السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ അബുദാബി യൂണിറ്റ് എല്ലാ മാസവും നടത്തി വരാറുള്ള വിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഈ ഇരുത്തവും ഈ സമയവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലുകളായി, സമയങ്ങളായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹിജറ 132 തുടക്കം കുറിച്ച അബ്ബാസി ഭരണകാലഘട്ടത്തിലെ ഖലീഫയായിരുന്നു ഹാറൂൻ റഷീദ്. അദ്ദേഹം വളരെ സുന്ദരമായിട്ടുള്ള വലിയ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ആ നാട്ടിൽ ഉള്ള പ്രമാണിമാരെയും കവികളെയും പ്രജകളെയുമൊക്കെ വിളിച്ചു വരുത്തി തൻ്റെ കൊട്ടാരത്തെ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് പല കവികളും ആ കൊട്ടാരത്തെ നോക്കിക്കൊണ്ട് വളരെ മനോഹരമായിക്കൊണ്ട് കവിത ചൊല്ലുന്നുണ്ടായിരുന്നു. എന്നാൽ അബുൽ അതാഹിയ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം ആ കൊട്ടാരം നോക്കിക്കൊണ്ട് പറഞ്ഞു, അഷ്മാ ബദാലിക സാലിമ ഫീ ളില്ലി ശാഹിഖത്തിൽ ഖുസൂർ യജ്രി അലൈക ബിമസ്തഹൈത് മഅ الصباح ومع البكور فإذا النفوس تغرغرت
بزفير حشرجة الصدور فهناك تعلم موقنا ما كنت إلا في غرور. ഹാറൂൻ, നിനക്ക് രാവിലെയും വൈകുന്നേരവും നീ ആഗ്രഹിക്കുന്ന എന്തും കൊണ്ടുവന്നു തരാൻ നിനക്ക് പ്രജകളുണ്ട്, പരിചാരകരുണ്ട്. എന്നാൽ ഹാറൂൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഫഇദൻ നുഫൂസു തഗർഗറത്, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, ആ ഗർഗറത്തിൻ്റെ സൗണ്ട്, ശബ്ദമുണ്ടാകുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഗർഗറത് എന്നുള്ള സൗണ്ട് ഉണ്ടാകും, ശബ്ദമുണ്ടാകും. ആ സമയമെത്തുമ്പോൾ ഹുനാലിക തഅലമു മൂഖിനൻ മാ കുന്തു ഇല്ലാ ഫീ ഗുറൂർ, അന്ന് നിനക്ക് മനസ്സിലാക്കും ദുനിയാവ് വഞ്ചനയുടെ ചിരക്കു മാത്രമാണ് എന്ന് അന്ന് നിനക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. സുന്ദരമായ കൊട്ടാരത്തെ നോക്കിക്കൊണ്ട് ഇത്തരം വരികൾ അദ്ദേഹത്തെ ഹാറൂൻ റഷീദിനെ ഉണർത്തി നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പലപ്പോഴും മരണത്തിൻ്റെ സമയത്താണ് പല ആളുകളും പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാറുള്ളത്. മരണം, പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കവി പറഞ്ഞതുപോലെ, അൽ മൗതു കഅസുൻ വകുല്ലുൻ നാസി ശാരിബുഹു വൽ ഖബറു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. അൽ മൗതു കഅസുൻ, മരണമെന്നുള്ളത് അതൊരു കോപ്പയാണ്. വകുല്ലുൻ നാസി ശാരിബുഹു, എല്ലാ മനുഷ്യരും ആ കോപ്പയിൽ നിന്ന് കുടിക്കും. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് അവസാനം ജനിക്കാനിരിക്കുന്ന മനുഷ്യൻ വരെ ആ കോപ്പയിൽ നിന്ന് കുടിക്കും. വൽ ഖബറു ബാബുൻ, ഖബർ എന്നുള്ളതൊരു വാതിലാണ്. വകുല്ലുൻ നാസി ദാഖിലുഹു, മുഴുവൻ മനുഷ്യരും ആ കവാടത്തിലൂടെ, ആ ബാവിലൂടെ പ്രവേശിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് മരണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജനിച്ചിട്ടുണ്ടോ മരണമുണ്ടാകുമെന്നുള്ളതാണ്. ലോകത്ത് ആരെങ്കിലും മരണപ്പെടാതെ ജീവിക്കുമായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലകാനത്തി ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ലകാനത്തി ദുനിയാ തദൂമു ലിവാഹിദിൻ, ദുനിയാവിൽ ആരെങ്കിലും ജീവിക്കുമായിരുന്നുവെങ്കിൽ, മരണമില്ലാതെ ജീവിക്കുമായിരുന്നുവെങ്കിൽ, ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവധി എത്തിയപ്പോൾ അവിടുന്ന് പ്രവാചകനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മുടെ മക്കളും, നമ്മുടെ കുടുംബക്കാരും, നമ്മുടെ ബന്ധുമിത്രാദികളും, നമ്മുടെ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും, അങ്ങനെയുള്ള എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകും. ജനിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ മരണത്തെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമാ അഖ്ശ അലൈക്കും ഇത്നൈൻ, ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യങ്ങളാണ് ഭയപ്പെടുന്നത്. ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യങ്ങളാണ് ഭയപ്പെടുന്നത്. അത് ശിർക്കല്ല, അത് വ്യഭിചാരമല്ല, അത് തോന്നിവാസമല്ല, അത് കള്ളുകുടിയല്ല, അങ്ങനെയുള്ള ഒന്നുമല്ല. നേരെ മറിച്ച് തൂലുൽ അമൽ, തീവ്രമായ ആഗ്രഹമാണ്, മതിവരാത്ത ആഗ്രഹമാണ്. വത്തിബാഉൽ ഹവ, അതേപോലെ തന്നെ ഇച്ഛയെ പിൻപറ്റുക എന്നുള്ള കാര്യമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നു. ഹവയെ പിൻപറ്റിക്കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള അനന്തരഫലം എന്താണ്? വത്തിബാഉൽ ഹവ യസുദ്ദു അനിൽ ഹഖ്, ഒരാൾ ഇച്ഛയെ പിന്തുടരുന്നുവെങ്കിൽ അവൻ സത്യത്തിൽ നിന്ന് വഴിമാറിപ്പോകും, തെന്നിപ്പോകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മതിവരാത്ത തീവ്രമായ ആഗ്രഹങ്ങളുടെ പേരിൽ മനുഷ്യൻ മുന്നോട്ടു പോവുകയാണ് എങ്കിൽ യൻസൽ ആഖിറ, അവൻ പരലോകത്തെ മറന്നുപോകും എന്നുള്ളതാണ്. എനിക്ക് ഇനിയുമുണ്ട്, ഒരുപാട് കാലമുണ്ട്, ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്നുള്ള തോന്നലുകൾ
നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് അപകടമാണ് എന്നാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഓർത്തു തുടങ്ങിയിട്ടുണ്ടോ? എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കിനിയും ഒരുപാട് കാലമുണ്ട്, എനിക്കിനിയും ഒരുപാട് സമയമുണ്ട്. 10-30 വയസ്സേ ആയിട്ടുള്ളൂ, 40-50 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് റമദാനുകൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് പല ആളുകളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇബാദത്തിൽ നിന്ന് തടയുന്നത് മനുഷ്യന് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, ഇനിയും ഒരുപാട് സമയമുണ്ട്, ഇനിയും ഒരുപാട് കാലമുണ്ട്, മരിക്കാൻ ഒരുപാട് കാലം ഇനിയും ഞാൻ താണ്ടേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് പലപ്പോഴും മനുഷ്യനെ ഇബാദത്തിൽ നിന്ന് തടയുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫിത്നയിൻ. അതായത് പ്രായം അധികരിക്കുമ്പോൾ, ഒരാളുടെ ജീവിതത്തിൽ പ്രായം അധികരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും യൗവനത്തോടു കൂടി നിൽക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് 30, 40, 50, 60 പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവൻ്റെ മനസ്സിൽ 2 കാര്യങ്ങൾ അപ്പോഴും യൗവനത്തിൽ തന്നെ തുടരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള കൊതിയാണ്. അത് മനുഷ്യനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എത്ര പ്രായമെത്തിയാലും ദുനിയാവിനെ വെട്ടിപ്പിടിക്കാൻ, ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യമുണ്ടാക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കും മനുഷ്യനുണ്ടാവുക. രണ്ടാമത്തേത് വതൂലിൽ അമൽ, ഇനിയും ഏറെക്കാലം ജീവിക്കുമെന്നുള്ള ആ ഒരു ചിന്തയാണ്. എനിക്ക് മക്കളായി, പേരക്കുട്ടികളായി, അവർക്ക് മക്കളായി, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റമെത്തിയിട്ടാണ് ഞാൻ മരിക്കുകയുള്ളൂ, ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കാനുണ്ട് എന്ന ചിന്തയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും മനുഷ്യനിലുണ്ടത്. അവൻ എത്ര വാർദ്ധക്യത്തിലെത്തിയാലും ഈ ചിന്ത അവനിൽ യൗവനത്തോടുകൂടി അവൻ്റെ കൂടെയുണ്ടാകുമെന്ന് നബിയുന മുഹമ്മദുൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 120-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഖുറൂറ. മനുഷ്യരെ, ശൈത്താൻ നിങ്ങൾക്ക്, പിശാച് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് മോഹനങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു, ഇനിയുമുണ്ട് എന്നുള്ളത്. എന്നാൽ വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഖുറൂറ, മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യ നിന്നെ പിശാച് വഞ്ചിക്കുകയാണ്, അവൻ നിന്നെ ചതിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇപ്പോഴൊന്നും തൗബ ചെയ്യേണ്ട, ഇനിയും ഒരുപാട് കാലം കഴിയട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ, ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട് എന്നാണ് പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ശൈത്താൻ മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് അവനിൽ ഹറാമുകൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹറാമുകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള പ്രേരണ അവനിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്തേ? ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന് കഴിയാത്ത കാരണമെന്തേ? ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കാനുണ്ട്, ഇനിയും ഒരുപാട് പ്രായം എനിക്ക് താണ്ടാനുണ്ട്. അടുത്ത റമദാനാകട്ടെ, അതല്ലെങ്കിൽ മുടിയൊന്ന് നിരക്കട്ടെ, എൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ളതാണ്. ഇന്നും നമ്മൾ തിന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, ഏതാനും മാസങ്ങൾ, 1 മാസവും അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ റമദാനാണ് വരുന്നത്. അന്ന് മുതൽ നന്നാവാം, ഏതായാലും ഇപ്പൊ പോകുന്നത് പോലെ പോകട്ടെ എന്ന ചിന്തയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, പിശാച് നമ്മുടെ മനസ്സിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസ്സിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നാളെയാകട്ടെ എന്നുള്ള ചിന്ത അത് വലിയ അപകടമാകും, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടം സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സലഫു സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, ഇയ്യാക വത്തസ്വീഫ്, പിന്നെയാകട്ടെ, നാളെയാകട്ടെ എന്നുള്ള ചിന്തയുണ്ടല്ലോ, അത് നീ സൂക്ഷിക്കണം. ഫഇന്നഹാ മിൻ ജുനൂദിശ് ശൈത്താൻ,
അത് പിശാചിന്റെ സൈന്യത്തിൽപ്പെട്ട ചിന്തയാണ് എന്ന്, പിശാചിന്റെ പ്രേരണയാണ് എന്ന്. അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. നാളെ നന്നാവാം, നാളെ മുതൽ ഞാൻ ശരിയാകാം, അടുത്ത റമദാൻ മുതൽ ഞാൻ നന്നായിക്കോളാം, അതല്ലെങ്കിൽ ഏതായാലും ഇത്ര സമയമായി, ഇന്നത്തെ മഗ്രിബ് മുതൽ പുതിയ ഒരു ദിവസം ആരംഭിക്കുകയാണ്, അതുകൊണ്ട് മഗ്രിബ് മുതൽ ഞാൻ നന്നാകാം എന്നുള്ള ചിന്ത അത് വലിയ അപകടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ചിന്തകളാണ് മനുഷ്യന്മാരെ നന്മയിൽ നിന്ന് പിശാച് പുറകോട്ടടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളെ കുറിച്ചിട്ടാണ്, പ്രവാചകന്റെ സ്വഹാബാക്കളുടെ വാക്കുകളെ കുറിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ, അവിടുന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അംസൈത ഫലാ തൻതളിരിസ് സ്വബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. ഇദാ അംസൈത, വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഫലാ തൻതളിരിസ് സ്വബാഹ്, നാളെ പ്രഭാതത്തിൽ ജീവനോട് നീ ബാക്കിയാകുമെന്ന് മനുഷ്യ നീ വിചാരിക്കേണ്ടതില്ല. ഇന്ന് വൈകുന്നേരമാണ്, ഈ ഞായറാഴ്ച വൈകുന്നേരവും പിന്നിട്ട് നാളെ തിങ്കളാഴ്ച രാവിലെ പ്രഭാതത്തിൽ ജീവനോടുകൂടി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ മനുഷ്യ നമുക്ക് റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ ബാക്കിയാക്കുമെന്നുള്ള ചിന്ത നിനക്ക് വേണ്ട എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വഇദാ അസ്ബഹത, പ്രഭാതമായി കഴിഞ്ഞാൽ, ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നു രാത്രി റൂമിൽ പോയിക്കൊണ്ട് സ്വസ്ഥമായി കടന്നിറങ്ങാനുള്ള ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ചിന്ത നിനക്ക് വേണ്ടതില്ല എന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എനിക്ക് അധിക കാലമില്ല, അധിക സമയമില്ല എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് കഴിയും, ഇബാദത്തുകളുമായി മുന്നോട്ടു പോകാൻ അവന് കഴിയും. അതിനെന്തു വേണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ഗാബിറുസ് സബീൽ. കുന്നി ആകണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തൊട്ടിക്കൊണ്ട് പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, പ്രവാചകന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ്. ഇബ്നു ഉമർ, നീ ഈ ഭൗതിക ലോകത്ത് ഒരു അപരിചിതനെ പോലെയോ ഔ ഗാബിറുസ് സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ നീ ജീവിക്കണമെന്ന്. എന്നെന്നും ജീവിക്കും, ഒരുപാട് കാലം എനിക്ക് ഇവിടെ താണ്ടാനുണ്ട്, ഒരുപാട് വർഷങ്ങളോളം എനിക്ക് ജീവിക്കാനുണ്ട് എന്നുള്ള ചിന്തയോടുകൂടിയല്ല ഇവിടുന്ന് ദുബായിലേക്കോ അതല്ലെങ്കിൽ മറ്റെമിറേറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അവിടെ ആരും സ്ഥിരമായി താമസിക്കാറില്ല, അവിടെ ആരും മണിക്കൂറുകളോളം ചെലവഴിക്കാറില്ല, അവിടുന്ന് പെട്ടെന്ന് പോകും. എന്നതുപോലെയാണ് ഈ ഭൗതിക ലോകത്തെ നിന്റെ ജീവിതം വേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അത്തരം ചിന്ത പ്രിയമുള്ളവരെ നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ വീട്ടിൽ വന്നു. സഹാബാക്കൾ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നിടത്ത് എഴുന്നേറ്റിരുന്നു. സഹാബാക്കൾക്ക് ഏറെ വിഷമമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തപ്പനയുടെ പായയിലായിരുന്നു കടന്നിരുന്നത്. അവിടുന്ന് എഴുന്നേറ്റപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അതിൻ്റെ പാടുകളുണ്ട്. സഹാബാക്കൾക്ക് വേദനയുണ്ടായി. കിസ്ര കൈസറിൻ്റെ ചക്രവർത്തിമാർ സുഖലോലുപതയുടെ ജീവിതം നയിക്കുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ മുസ്ലിമീങ്ങളുടെ നേതാവായ പ്രവാചകന്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വേദനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലവിത്തഖദ്നാ ലക വിതാഅ, പ്രവാചകരെ അങ്ങേക്ക് ഞങ്ങളൊരു വിരിപ്പ് കൊണ്ടുവന്ന് തരട്ടെയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നുണ്ട്, സഹാബ മാലി വലി ദുനിയ, സഹാബ ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മാ അന ഫിദ് ദുനിയ ഇല്ല കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها. ഒരു മരച്ചുവട്ടിൽ ഒരൽപ്പം വിശ്രമത്തിന് വേണ്ടിയിരിക്കുന്നതുപോലെ പോലെയാണ് അല്ലേ? അവിടുന്ന് എല്ലാം ഒഴിവാക്കി പിന്നീട് യാത്ര തുടങ്ങും എന്നതുപോലെയാണ് സഹാബ നമ്മുടെ ഇവിടുത്തെ ജീവിതം. അതുകൊണ്ട് സുഖലോലുപതയുടേതൊന്നും ആവശ്യമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതെന്താ? ഒരുപാട് കാലം ഉണ്ടാകുമെന്നുള്ള ചിന്ത.
ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വിചാരം. പ്രിയമുള്ളവരെ, ഇന്നു ധരിച്ചു വന്ന വസ്ത്രം അത് നമ്മുടെ കൈ കൊണ്ടടിക്കുമോ എന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. അതേപോലെ തന്നെ ഇന്ന് രാത്രി അതിൻ്റെ ഈ ഭൗതിക ലോകത്ത് അവസാനത്തെ ഉറക്കമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അവസാനത്തെ ഉറക്കം ആയിരിക്കാം. മരണം ഏതു സമയവും നമ്മെ പിടികൂടും. അതുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, ലാ തർക്കൻ ഇല ദുനിയ, നീ പിന്നെ ദുനിയാവിനോട് ചാഞ്ഞു പോകരുത്, നീ ദുനിയാവിലേക്ക് ചാഞ്ഞു പോകരുത്. വലാ തത്തഖിദ്ഹാ വതന, അതുകൊണ്ട് ദുനിയാവിനെ നിന്റെ രാജ്യമാക്കി, നിന്റെ ആസ്ഥാനമാക്കി, നിന്റെ കേന്ദ്രമാക്കി നീ കാണരുത്. കാരണം നീ വന്നത് സ്വർഗത്തിൽ നിന്നാണ്, നിനക്ക് പോകാനുള്ളത് സ്വർഗമാണ്. അതാണ് നിന്റെ കേന്ദ്രം, അതാണ് നിന്റെ ആസ്ഥാനം. അതുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, വലാ തുഹദ്ദിസ് നഫ്സക ബിൽ ബഖാഇ ഫീഹാ, ദുനിയാവിൽ എന്നെന്നും ജീവിക്കും എന്ന ആഗ്രഹം അത് നിനക്കുണ്ടാകരുത് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കുറച്ചുകൂടി പ്രായമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയിട്ടേ ഞാൻ മരിക്കൂ എന്നുള്ള ചിന്ത പ്രിയമുള്ളവരെ നമുക്കുണ്ടാകരുത് എന്നാണ് നമ്മൾക്ക് ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നത്. നമ്മെ കാത്തിരിക്കുന്നത് പരലോകമാണ് എന്നുള്ള ചിന്തയുണ്ടാകേണ്ടതുണ്ട്. ഇനി എത്ര കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്നറിയില്ല. നമ്മുടെ സംസാര വിഷയം തന്നെ അതാണല്ലോ. ഇനി എത്ര കാലം, നമുക്കിനി എത്ര കാലം ബാക്കിയുണ്ട് എന്ന് ഒരാൾക്കും അറിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ സമയമെത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടവനാണ്. ആ രേഖപ്പെടുത്തിയ സമയം എന്നാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ ഓടി ദുനിയാവിൽ 10 കാശുണ്ടാക്കണമെന്നുള്ള ചിന്ത മാത്രമല്ല, അതെല്ലാം വേണം, ദുനിയാവ് വേണം, പക്ഷേ അത് ആഖിറം മറന്നുകൊണ്ട് ആകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ചിന്തയെ ചികിത്സിക്കാൻ, ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കാനുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയെ ചികിത്സിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്നു രാവിലെ മുതൽ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക, ഇന്നു രാവിലെ മുതൽ ഈ സമയം വരെ എത്തിയിട്ട് നമ്മളിൽ എത്ര പേര് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്തു? നമ്മുടെ മക്കളെക്കുറിച്ച് ഓർത്തു? പണി തീരാനായിട്ടുള്ള വീടിനെ കുറിച്ച് ആലോചിച്ചു, മക്കളുടെ പഠനത്തെക്കുറിച്ച് ആലോചിച്ചു, അതേപോലെ തന്നെ കെട്ടിക്കാനായ മകളുടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു, നമ്മുടെ ജോലിയിലെ പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഇങ്ങനെ എന്തൊക്കെ നമ്മുടെ ചിന്തകളിൽ ഇന്നത്തെ ഈ ഒരു ഒഴിവ് ദിവസം കയറി വന്നു. പക്ഷേ എൻ്റെ മരണത്തെക്കുറിച്ച് ഒരു മിനിറ്റെങ്കിലും വേണ്ട, ഒരര മിനിറ്റ് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് ഇത്രയും സമയം കിട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എൻ്റെ മരണം, എൻ്റെ ഖബർ, എൻ്റെ വിചാരണ, എൻ്റെ പരലോകം, ഇതിലൊന്ന് സ്വാർത്ഥരാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്സിറു, നിങ്ങൾ ഓർക്കണേ, ധാരാളമായി ഓർക്കണേ, സർവസുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ നിങ്ങൾ ഓർക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സുഖലോലുപതയുടെയും സന്തോഷത്തിൻ്റെയും വേളയെ മുറിച്ചു കളയുന്നതാണ് മരണമെന്ന് പറയുന്നത്. ഒരു പെരുന്നാൾ ദിവസം നമ്മുടെ വീട്ടിലെല്ലാവരും ആഘോഷിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ മരണമെന്നുള്ള അതിഥി കയറി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ആ ദിവസം, പെരുന്നാളിലെ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, പ്രിയപ്പെട്ടവരുടെ കല്യാണം നടക്കുന്ന ദിവസം, അവിടെയാണ് ആ കല്യാണത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തി മരിച്ചു എന്നുള്ള വാർത്ത, അതല്ലെങ്കിൽ അത് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ എന്തായിരിക്കും? സന്തോഷത്തിൻ്റെ, എല്ലാവരും സന്തോഷിച്ചു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അവിടെ ആ സന്തോഷവേള നേരെ തിരിച്ച് ദുഃഖത്തിൻ്റെ ഒരു വേളയായി മാറാൻ നിമിഷങ്ങൾ മതി. അതുകൊണ്ട് എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ചിന്തയെ ചികിത്സിക്കാൻ ഈ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഖബർ സിയാറത്ത് ചെയ്യുക, ഖബർ സന്ദർശനം നമ്മൾ നടത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങൾക്ക് ഞാൻ ഖബർ സന്ദർശനം വിലക്കിയിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ അത് കറാഹത്തായിരുന്നു. ഫസൂറുഹ, നിങ്ങളത് സന്ദർശിക്കണമെന്ന്. എന്തിനു വേണ്ടി? അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കാനോ അവരോട് സഹായം തേടാനോ അവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ചോദിക്കാനോ ഒന്നുമല്ല. എന്തിനു വേണ്ടിയാ? ഫഇന്ന ഫീഹാ ഇബറത്തുൻ, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോക ചിന്ത ഉണ്ടാക്കി തരും. മരണപ്പെട്ട് കിടക്കുന്ന തൻ്റെ ബന്ധുമിത്രാദികളെ പോയി കാണുമ്പോൾ, അവരുടെ ഖബറിന്റെ അരികിലെത്തി നിൽക്കുമ്പോൾ നിനക്ക് പരലോകത്തെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളെപ്പോലെ ഇവിടെ കിടക്കേണ്ടവനാണ്. പ്രിയമുള്ളവരെ, ബന്ധുക്കളുടെ ഖബറിന്റെ അവിടെ പോയി നിൽക്കുമ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെടുമെന്നുള്ളത്. പക്ഷേ അവരെ വിചാരിക്കുന്നതിന് മുമ്പ് ആ അതിഥി അവരിലേക്ക് വന്ന് അവരോരോരുത്തരും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു യാത്ര നമുക്ക് ഓരോരുത്തർക്കും തിരിക്കാനുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഖബറിന്റെ ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ മൗതി മാദാ ഫഅൽതൽ അഹിബ്ബ, മരണമേ മാദാ ഫഅൽതൽ അഹിബ്ബ, നീ എന്താണ് എൻ്റെ ഇഷ്ടപ്പെട്ടവരെ, ഞാൻ സ്നേഹിച്ചിരുന്നവരെ എന്താണ് നീ ചെയ്തത്? എനിക്ക് സ്നേഹമുള്ള, എനിക്കേറെ വേണ്ടപ്പെട്ടവർ ഈ ഖബർസ്ഥാനിലുണ്ട്, എന്താ മരണമേ നീ അവരെ ചെയ്തത് എന്ന് ആ മരണത്തോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവിടുന്ന് ധാരാളം കരഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, ആ മരണത്തിനെങ്ങാനും എന്നോട് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ മരണം എന്നോട് പറയും, അകൽതുൽ ഐനൈൻ, ഞാൻ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ടുണ്ട്, ഞാൻ അവരുടെ കവിളുകളിൽ നിന്ന് മാംസം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മരണം എന്നോട് സംസാരിക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ നമ്മെ പഠിപ്പിച്ചിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഖീ ഖബർസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബറാളികളെ, മൽ ഖബറു ഇൻദകും, എന്താ നിങ്ങളുടെ വർത്താനം, നിങ്ങളുടെ വർത്താനം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഖബറ ഇൻദനാ, എൻ്റെ അടുത്ത് ചില വാർത്തകളുണ്ട്, എൻ്റെ അടുത്ത് ചില വാർത്തകളുണ്ട്. എന്താണെന്നല്ലേ? വഅമ്മൽ അംവാലു ഖദ് ഖുസിമത്, നീ നിന്റെ ജീവിതത്തിൽ ഊണും ഉറക്കവും ഒഴിച്ച് നീ അധ്വാനിച്ചു കൂട്ടിയ നിന്റെ സമ്പാദ്യമുണ്ടല്ലോ, ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെടുതകൾ സഹിച്ചുകൊണ്ട് നീ നിന്റെ ജീവിതത്തിലെ അടിസ്ഥാനമായി കണ്ടിരുന്ന നിന്റെ സമ്പത്തുണ്ടല്ലോ, അത് ഇന്ന് പല ആളുകളും വീതിച്ചെടുത്തിട്ടുണ്ട്. അതിന് അനന്തരാവകാശികൾ വന്നിട്ട് നിന്റെ സമ്പത്തുകളെല്ലാം വീതം വെച്ചെടുത്തിട്ടുണ്ട്. വഅമ്മൽ മസാകിനു ഖദ് സുകിനത്, 10, 15, 20 കൊല്ലം നീ കഷ്ടപ്പെട്ട് നീ പണിതുയർത്തിയ നിന്റെ വീടുണ്ടല്ലോ, അവിടെ ഇന്ന് മറ്റു പലരുമാണ് താമസിക്കുന്നത്. വഅമ്മൽ അസ്വാജു ഖദ് നുഖിഹത്, നീ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിനക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നിന്റെ എല്ലാമായിരുന്ന അവളുടെ പുഞ്ചിരിക്ക് വേണ്ടി നിന്റെ ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഫഖദ് നുഖിഹത്, ഇന്ന് അവൾ മറ്റൊരുത്തൻ്റെ മണിയറയിലെ മണവാട്ടിയാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫബക, അദ്ദേഹം അവിടെ വെച്ച് കരഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലൗ ഇസ്തതാഉ അൻ യുജീബു, ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾക്കെങ്ങാനും തിരിച്ചു മറുപടി പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ഇന്ന ഖൈറസ്സാദി തഖ്വാ, ഇന്ന ഖൈറസ്സാദി തഖ്വാ, മനുഷ്യന് ദുനിയാവിൽ വേണ്ട സമ്പത്ത്, തൻ്റെ ഇണ, തൻ്റെ വീട്, ഇതെല്ലാം ഇന്ന് മറ്റു പലരുടേതായി മാറിയിട്ടുണ്ട്. പക്ഷേ അതല്ല അവരുടെ മറുപടി. ഇന്ന ഖൈറസ്സാദി തഖ്വാ, ആഖിറത്തിലേക്ക് വേണ്ടത് ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് അത് തഖ്വയാണ് എന്ന് അവർ പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖബർ സന്ദർശനം അത് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്തു നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മകാബിർ, അൽഹാകുമുത്തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത് മനുഷ്യനെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ,
ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, ആദം സന്തതി പറയും, മനുഷ്യൻ പറയും, മാലി മാലി, എൻ്റെ സമ്പത്ത് എൻ്റെ സമ്പത്ത് എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. വഹല്ലക യാ ഇബ്ന ആദമ മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്, മനുഷ്യ നീ സമ്പാദിച്ചതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത്, ഒരുപാട് കാലം അധ്വാനിച്ചതിൽ നിന്ന് മനുഷ്യ നിനക്ക് ലഭിക്കുന്നത് എന്താണെന്നല്ലേ? ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്, നീ ഭക്ഷിച്ച് നീ വിസർജിച്ചു പോയതാണ്. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രമാണ്. ഔ തസദ്ദഖ്ത ഫഅംളൈത്, നീ സ്വതക്ക ചെയ്ത് പരലോകത്തേക്ക് വിട്ടേച്ചതാണ് എന്ന്. ഇതല്ലാതെ നിന്റെ സമ്പത്തിൽ നിന്ന് ഒന്നും നിനക്ക് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മരണപ്പെടുകയാണ് എങ്കിൽ നാളെ ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖബറിലാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. എങ്കിൽ എന്താണ് ഞാൻ എൻ്റെ പരലോകത്തിന് വേണ്ടി, ഞാൻ എൻ്റെ ആഖിറത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി എന്താ ഞാൻ ഒരുക്കിയിട്ടുള്ളത്? ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ചിന്തയാണോ? എങ്കിൽ മരണം ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. മരണം നമ്മെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞു. ഒന്നാമത്തത് എല്ലാവരും മരിക്കും എന്നുള്ളതാണ്. എല്ലാവരും മരിക്കും. മരണത്തിന് സമ്പന്നനെന്നോ അതേപോലെ തന്നെ അടിമയെന്നോ ഉടമയെന്നോ ചെറിയ കുട്ടിയെന്നോ മുതിർന്നവരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയും എന്നുള്ളതാണ് മരണം ഭയപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം. എവിടെ വെച്ച് മരണപ്പെടുമെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്ന ഒന്നല്ല നമ്മുടെ മരണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ മരണം. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനം. ഏത് ഭൂമിയിൽ വെച്ച് എവിടെ വെച്ചു മനുഷ്യ നീ മരണപ്പെടുമെന്ന് നിനക്കറിയില്ല. നിന്റെ മരണം എവിടെ നിശ്ചയിച്ചിട്ടുണ്ടോ അവിടേക്ക് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. ഇദാ അറാദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എന്തിനെ? ഖബ്ല അബ്ദിൻ, ഒരു മനുഷ്യനെ പിടികൂടാൻ, ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ, ഏത് സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യനെ പിടികൂടണമെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അവിടേക്ക് ഒരു ആവശ്യം അല്ലാഹു ആ മനുഷ്യനെ നൽകി അവൻ അവിടെ എത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പലപ്പോഴും നമ്മൾ പറയലുണ്ട്, അത്ര സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടുന്നോ? അത്ഭുതമാണ് അല്ലേ? എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പോയിട്ടുള്ളൂ, മരണപ്പെട്ടുന്നോ? ഒരു വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയിരുന്നോ? പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിദേശത്തേക്ക് വരാൻ കഴിയുന്നത് ഈ 2 ആഴ്ച മുമ്പ് ഉണ്ടായതാണ്. വിദേശത്തേക്ക് തിരിച്ചു വരേണ്ട സമയമായി. ഒന്നുമില്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ ഒന്ന് ശരീരം മൊത്തം ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയതാണ്. ചെറിയൊരു വേദന വന്നു, മരണപ്പെട്ടു പോയി. ഇവിടെ ഉണ്ടായതാണ്. ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ നാട്ടിൽ പോയപ്പോൾ ഉണ്ടായ ഒരവസ്ഥ. അതുകൊണ്ട് എവിടെയാണോ മരണം നിശ്ചയിച്ചിട്ടുള്ളത് അവിടേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ വെച്ച് ഈ വിദേശ രാജ്യത്ത് വെച്ച് നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ എത്തിച്ചിട്ടുണ്ട്. ഈ യാത്ര കഴിഞ്ഞ് ഈ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിലാണ് നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അതിനുള്ള കാരണങ്ങൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ, മരണം നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യം, എല്ലാവർക്കും അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസത്തിൽ എല്ലാവരും മരിക്കും എന്നുള്ളതാണ്. ഒരാളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെക്കുകയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് അവസാനം ജനിക്കുന്ന കുഞ്ഞുവരെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടും. ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെക്കുകയില്ല. നാലാമത്തേത്, അവധി എത്തിയാൽ പിന്നെ ഒരു സമയം നീട്ടിത്തരൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു സമയം അല്ലാഹു നീട്ടിത്തരില്ല. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 34-ാമത്തെ വചനം. അവധി എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ, ആ ഒരു സെക്കൻഡ് അതിൻ്റെ മുമ്പോ അതിൻ്റെ ശേഷമോ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കൂല. കറക്റ്റ് ആ സമയത്ത് തന്നെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് മരണപ്പെടും അല്ലേ? ഇപ്പോൾ ഇന്നൊന്നിലേക്ക് ഉണ്ടായ സംഭവം എന്താ? ഒരു മനുഷ്യനെ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് മോർച്ചറിയിലേക്ക് കയറ്റുമ്പോൾ അറ്റൻഡർ കാണാണ്. അറ്റൻഡർ അനങ്ങുന്നത് കാണുന്നു.
തിരിച്ചയാളെ ജീവിതത്തിലേക്ക് 11 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ മനുഷ്യൻ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ സമയത്തെ പിടിക്കുള്ളൂ. അതിൻ്റെ മുമ്പ് ഇനി മനുഷ്യന്മാർ ഒന്നടങ്കം വിധി എഴുതിയിട്ടും കാര്യമില്ല. അതിൻ്റെ മുമ്പും പിടിക്കൂല, അതിൻ്റെ ശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കുകയില്ല എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം, മരണം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും. ബാക്കി എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും. പിന്നെ സ്വതക്ക ചെയ്യാൻ സമയമില്ല, പിന്നെ തൗബ ചെയ്യാൻ സമയമില്ല, പിന്നെ ദാനധർമ്മം ചെയ്യാൻ സമയമില്ല, പിന്നെ വസിയ്യത്ത് ഇല്ല. പ്രിയമുള്ളവരെ, വസിയ്യത്ത് ചെയ്യാൻ പോലും സമയമുണ്ടാവുകയില്ല. എല്ലാം മുറിഞ്ഞു പോകും. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. 63-ാം അധ്യായം സൂറത്ത് മുനാഫിഖൂനിലെ 10-ാമത്തെ വചനം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരൽപ്പ സമയം എന്നെ ഒന്ന് നീട്ടിത്തരുമോ? എന്തിനാ? കെട്ടിക്കാനുള്ള മകളെ കെട്ടിക്കാനല്ല, അതല്ലെങ്കിൽ കടം വെട്ടി തീർക്കാനല്ല, അതല്ലെങ്കിൽ വീടിന്റെ പണി പൂർത്തിയാക്കാനല്ല. ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. ഞാൻ സദഖ ചെയ്യാൻ വേണ്ടി, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ന് ആ മനുഷ്യൻ അവിടെ വെച്ച് പറയുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 99-100 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. എന്താ പറയുന്നത്? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഒരുത്തന്റെ മരണത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ ഖാലവൻ പറയും റബ്ബി ഇർജിഊൻ, അല്ലാഹ് എന്നോടൊന്ന് മടക്കി തരൂ, എന്നൊന്ന് മടക്കി തരൂ. എന്തിനു വേണ്ടി? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ഞാൻ ഒഴിവാക്കിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, ചെയ്യാൻ അവസരമുണ്ടായിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്യാൻ എമ്പാടും അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദേഹേച്ഛകൾ, ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ള ചിന്ത എന്നെ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് മടക്കി തരുമോ? ഞാൻ ഒഴിവാക്കിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, ഞാനത് ചെയ്യാമെന്ന് പറയുമ്പോൾ റബ്ബ് പറയും കല്ലാ, വേണ്ടടോ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്കാണ്, അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാം മുറിയും, പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. മരണമെത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നമുക്കെന്തെങ്കിലും ചെയ്തു തീർക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരവസരം തന്നെന്ന് വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 6-ാമത്തെ മരണം ഭയപ്പെടുത്തുന്ന 6-ാമത്തെ കാര്യം, മരണത്തിന് അതികഠിനമായ വേദനയാണ്. മരണത്തിന് അതികഠിനമായ വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ് കിടക്കുന്നത്. ആ സമയത്ത് ഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വയർക്കുന്നുണ്ട്. അടുത്തുണ്ടായിരുന്ന പാത്രത്തിൽ കൈമുക്കിയിട്ട് പ്രവാചകന്റെ മുഖത്തും ശരീരത്തിലും ഞാൻ ഇങ്ങനെ തടവി കൊടുത്തു. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആരാ പ്രിയമുള്ളവരെ? ലോകത്തിന്റെ നേതാവ്, സ്വർഗത്തിലേക്ക് ആദ്യവും കടക്കുന്നത് ഞാനാണ് എന്നും അന്ന് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ശഫാഅത്തിന് വേണ്ടി 40 ദിവസക്കാലം സുജൂദിൽ കിടക്കുന്നത് ഞാനാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. മഹദിയായ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ കർബാബാ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. ആ പ്രവാചകൻ വരെ ജീവിതത്തിൽ മരണസമയത്ത് സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ആ വേദന അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ അവസാനം മരണപ്പെട്ട ഇബ്രാഹിം എന്ന മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 57-58 വയസ്സിലാണ് മഹാനായ ഇബ്രാഹിം എന്ന മകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്നത്. ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു, സഹാബ, എനിക്ക് ഇന്നലെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഉപ്പയുടെ പിതാവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്, ഇബ്രാഹിം എന്നാണ് ആ പേര്. എന്നിട്ട് അവിടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചത് ബറാ ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ
ഉമ്മു ബുർദ ബിൻതു മുൻദിർ റളിയല്ലാഹു അൻഹയെയാണ്. അതായത് നന്നായി പാല് കൊടുക്കാനും നല്ല സംസ്കാരം പഠിപ്പിക്കാനും നല്ല രീതിയിൽ വളർത്താനും അറബികൾ അങ്ങനെ മുലയൂട്ടുന്നതിന് വേണ്ടി മക്കളെ കൊടുക്കാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ പ്രവാചകന്റെ ഉമ്മ അത്തരം രീതിയിൽ കൊടുത്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉമ്മു ബുർദ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് പ്രവാചകന്റെ കൈകളിലേക്ക് ഞാൻ ആ പിഞ്ചു കുഞ്ഞിനെ നൽകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കൽപ്പിക്കും, ഒരുപാട് ചുംബിക്കും. കാരണം വാർദ്ധക്യത്തിലുണ്ടായ കുഞ്ഞാണ്. വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടമുള്ളവരാണ് അധികം ആളുകളും, അല്ലേ? മക്കളെ കളിപ്പിച്ചിട്ടില്ലെങ്കിലും പ്രായമായ എല്ലാവരും പേരക്കുട്ടികളെ നല്ല കളിപ്പിക്കും. അതെന്തേ? അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. ആ ഒരു സമയത്ത് ഒരുപാട് കളിപ്പിച്ചു. പക്ഷേ പതിവിന് വിപരീതമായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ പ്രവാചകന്റെ കൂടെ അനസ് ബിൻ മാലിക്കും അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും അതുപോലുള്ള സഹാബികളും മഹാനായ ബറാ ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്തേ കാരണം? തൻ്റെ മകൻ അസുഖബാധിതനാണ്, മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. ബറാ ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സമയത്ത് ആ മരണവെപ്രാളത്തിൽ കഴിയുന്ന മകനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വാങ്ങിയിട്ട് അവിടെ നിലത്തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് കരയുകയാണ്. പൊട്ടി കരയുന്നു. കൈകാലുകളിട്ട് 1.5 വയസ്സു മാത്രം പ്രായമുള്ള തൻ്റെ മകൻ തൻ്റെ കൈവെള്ളയിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന ഒരു രംഗം പ്രിയമുള്ളവരെ ഓർത്തെടുക്കുക. നമ്മുടെ കുട്ടി നമ്മുടെ കൈകളിലിരുന്ന് നിസ്സഹായ അവസ്ഥയിൽ മരണത്തോട് മല്ലിടുന്ന ആ രംഗം ഒന്ന് ആലോചിച്ചു നോക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അങ്ങ് കരയുകയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ റഹ്മ യാ അബ്ദുറഹ്മാൻ, ഇത് കാരുണ്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കുപോലും ഞാൻ സംസാരിക്കുകയില്ല. തന്നെ ജനിച്ചിട്ടുള്ള എല്ലാ ആൺമക്കളും മരണപ്പെടുന്ന സമയത്തും ആ വേർപാടിൻ്റെ സമയത്തും ഞാൻ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും സംസാരിക്കുകയില്ലെന്ന് ആ സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. വേദനയാൽ പിടയുന്ന അതികഠിനമായ വേദന കുട്ടി അനുഭവിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന രംഗം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്, ഭീതിജനകമായ ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മരണമെന്നുള്ളത് ഒരു സസ്പെൻസാണ്. ഏത് നിമിഷവും നമ്മുടെ അരികിലേക്ക് വരാം. നമ്മോട് ചോദിച്ചിട്ടല്ല, നമ്മളോടെല്ലാം അന്വേഷിച്ചിട്ടല്ല വരുന്നത്. ചീറിപ്പായുന്ന ഏതോ വാഹനത്തിൻ്റെ അടിയിലേക്കായിരിക്കാം നമ്മൾ എത്തിപ്പെടുന്നത്. മരണമെന്നുള്ള അതിഥി നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെയും സീറ്റിൻ്റെയും ഇടയിലായിരിക്കാം നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരുപാട് മിഷനറികളുള്ള ഹോസ്പിറ്റലുകളിൽ മിഷനറികൾക്കുള്ളിൽ കിടന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഈ ലോകത്ത് നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ മരണം ഏത് നിമിഷവും വരും. ധാരാളമായി ഓർത്ത് ഇനിയും ഒരുപാട് കാലമുണ്ട് എന്നുള്ള ചിന്ത മാറ്റിവെച്ച് ഏത് നിമിഷവും വരാമെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. 1, തഅജീലു തൗബ പെട്ടെന്ന് നിർവഹിക്കും. ഒരാൾക്ക് മരണചിന്ത ധാരാളമുണ്ട് എങ്കിൽ അവൻ പെട്ടെന്ന് തൗബ ചെയ്യും. എന്തെങ്കിലും ജീവിതത്തിൽ തിന്മ സംഭവിക്കുമ്പോൾ അത് പിന്നെയാകാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുകയില്ല, ഉടനെ അവൻ തൗബ ചെയ്യും. എന്നാൽ മരണചിന്തയില്ലാത്തവൻ അത് പിന്നെയാകാം, ഏതായാലും റമദാന വരാൻ പോകുന്നത്, അതുവരെ ഇങ്ങനെ പോട്ടെ, പിന്നെയാകാം എന്ന് പറഞ്ഞിട്ട് അവൻ തൗബയെ ഇങ്ങനെ നീട്ടിവെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കാം, നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൽബ്. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകും. റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാകും. കാരണം എൻ്റെ യഥാർത്ഥ ജീവിതം അത് ഇവിടെയല്ല എന്നുള്ള ബോധ്യം അവനുണ്ടാകും എന്നുള്ളതാണ്.
ഏറെക്കാലം ജീവിക്കേണ്ടവനല്ല ഞാൻ. നശ്വരമായ ഈ ലോകത്ത് അനശ്വരമായ ലോകത്തിൻ്റെ ആ ഒരു അവസ്ഥ, അവിടെ സ്വർഗം നേടിത്തരാനുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നശ്വരമായ ജീവിതത്തിൽ അലക്ഷ്യമായി കൊണ്ടുള്ള ഒരു ജീവിതം എനിക്കുണ്ടാവുകയില്ല എന്ന ബോധ്യം അവനുണ്ടാകും. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവന്. മൂന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് നശാത്തുൽ ഇബാദ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ അവന് ഉന്മേഷമുണ്ടാകും. ആനന്ദത്തോടുകൂടി അവൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കും. പ്രിയമുള്ളവരെ, അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും വന്നത്. അസ്ർ നമസ്കാരം ഖുശൂഓടുകൂടി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ പ്രാർത്ഥനകൾ അത് മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം ആശയവും മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് ചോദിക്കേണ്ടതുണ്ട് സ്വന്തത്തോട്. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും തിരിച്ചു വരികയാണ്. ആ സമയത്ത് വല്ലാത്ത ക്ഷീണമുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബാക്കൾക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നത്തെ രാത്രി ഈ സൈന്യത്തിന് കാവൽ നിൽക്കാൻ ആരുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. കാരണം ശത്രുക്കൾ പിന്നാലെ വരുന്നുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ കാവൽ നിൽക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഫഖാമ അബ്ബാദ് ഇബ്നു ബിശ്ർ വ അമ്മാർ ഇബ്നു യാസർ. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവും അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുണ്ട്, ഞങ്ങൾ കാവൽ നിൽക്കാം ഈ സൈന്യത്തിന്. അങ്ങനെ തൻ്റെ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും പുറത്തുനിന്നിറങ്ങി വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സ്വഹാബാക്കളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉറങ്ങി. ആ സമയത്ത് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അമ്മാറെ, നമ്മൾ രണ്ടുപേരും ഉറക്കമൊഴിക്കേണ്ടതില്ല. കാരണം അവരും യുദ്ധം ചെയ്തിട്ടുണ്ട്, അവരും ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാളും ഒരുമിച്ച് ഉറക്കമൊഴിക്കണ്ട. കുറച്ച് സമയം ഞാൻ ഉറങ്ങാതിരിക്കാം, അപ്പോൾ നീ ഉറങ്ങിക്കോ, പിന്നെ നീ എഴുന്നേൽക്കുക, ഞാൻ ഉറങ്ങുക. അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തി അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഈ സമയം ഞാൻ എന്തിനു വെറുതെ നശിപ്പിക്കണം? അവിടുന്ന് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു വുളു ചെയ്തിട്ട് ഖിബ്ലക്ക് നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കാരം ആരംഭിച്ചു. ആ നമസ്കാരം ആരംഭിച്ചപ്പോൾ ശത്രു വന്നിട്ട് എല്ലാവരും ഉറങ്ങി, ഒരാൾ മാത്രം എഴുന്ന് നമസ്കരിക്കുന്ന സാഹചര്യം കണ്ട് അത് മുതലെടുത്ത് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് അമ്പ് ചെയ്തു. രണ്ടാമത്തെ അമ്പും ചെയ്തു. മൂന്നാമത്തെ അമ്പും ചെയ്തപ്പോൾ മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ഹല്ലാ ഐഖൽതനി ഇൻദ അവ്വലി സഹ്മിൻ റമാക ബിഹി. ഒന്നാമത്തെ അമ്പ് ചെയ്തപ്പോൾ എന്തേ അബ്ബാദേ എന്നെ വിളിക്കാതിരുന്നത്? ഒന്നാമത്തെ അമ്പ് ചെയ്തപ്പോൾ എന്തേ എന്നെ വിളിക്കാതിരുന്നത്? അവിടുന്ന് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് ആയിരുന്നു ഞാൻ പാരായണം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പകുതിക്ക് വെച്ച് മുറിക്കാൻ, അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. പിന്നെ വിളിക്കാനുള്ള കാരണം, ഉറങ്ങിക്കിടക്കുന്ന റസൂലിനെ അവരെങ്ങാനും ആക്രമിച്ചാലോ എന്നുള്ള ചിന്തയാണ് അമ്മാറെ നിന്നെ വിളിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഇല്ല എങ്കിൽ എൻ്റെ ശരീരത്തിൽ മുഴുവൻ അമ്പ് തറച്ചാലും ഈ സൂറത്ത് പൂർത്തിയാക്കിയിട്ടേ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു എന്ന് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അവരൊക്കെ പോകാൻ ഉദ്ദേശിച്ച സ്വർഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരും നമ്മളെവിടെ എന്നുള്ളത് ഒന്ന് ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണം. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒന്ന് തനിച്ചാകണം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒന്ന് തനിച്ചാകണം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ ഒരുപാട് മരണത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. ഉറ്റ ബന്ധുക്കളുടെ, വാപ്പയുടെ, ഉമ്മയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കാം. അതെങ്ങനെയാകാം? വാർദ്ധക്യ സമയത്തോ രോഗം വന്നിട്ടോ എങ്ങനെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അവധി ഞാൻ പറഞ്ഞുതരാം. നാളെയാണ് നമ്മുടെ മരണം. നാളെയാണ് നമ്മുടെ മരണം. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ മയ്യത്ത്
മഫറക്കിലുള്ള പള്ളിയിലേക്ക് എത്തിക്കുന്നു. എല്ലാവരും വന്ന് കാണുന്നു. അത് ഖബർസ്ഥാനേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ. അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും വീട്ടിലുള്ള മക്കളും, എൻ്റെ ഭർത്താവിനെ, അതല്ലെങ്കിൽ എൻ്റെ മകളെ, എൻ്റെ മകനെ, അതല്ലെങ്കിൽ എൻ്റെ ഉപ്പയെ ഒന്നവസാനമായി കാണണമെന്ന് ആഗ്രഹം പറയുമ്പോൾ നമ്മുടെ മയ്യത്ത് നാട്ടിലേക്ക് അയക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ചെടുക്കും. ഒരല്പസമയം നമ്മളൊന്ന് ആലോചിച്ചെടുക്കും. പ്രിയമുള്ളവരെ, എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ചെന്നിറങ്ങുമ്പോൾ ഭാര്യയും മക്കളും കുടുംബക്കാരും വന്ന് നമ്മളെ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മുടെ 2 സുഹൃത്തുക്കൾ നമ്മുടെ മയ്യത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ടാർപ്പായ വിരിച്ച് 3-4 കസാലയുമിട്ട് ആളുകൾ സംസാരിക്കുന്നു. കഴിഞ്ഞ വർഷം പണി തീർത്ത വീടിൻ്റെ ഹാളിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്നു. കാണാനുള്ളവരെല്ലാം കാണുന്നു. ഭാര്യ നിറക്കണ്ണുകളോടുകൂടി നമ്മുടെ മയ്യത്തിനെ വന്ന് കാണുന്നു. മക്കൾ നിറക്കണ്ണുകളോടുകൂടി നമ്മളെ വന്ന് കാണുന്നു. അല്ലേ? അവസാനം ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് 2 ആൾ താങ്ങിപ്പിടിച്ച് നമ്മുടെ ഇഷ്ടപ്രിയതമ വന്നിട്ട് നെറ്റിയിൽ ഒരു ചുടുചുംബനവും നൽകിയിട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ള ആ ഒരു സംസാരം. അല്ലേ? പ്രിയമുള്ളവരെ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇനിയുള്ള യാത്ര അങ്ങനല്ല. പോവുകയാണ്, ഇനി വരാം എന്നുള്ള യാത്ര പറച്ചിലില്ല. മടക്കമില്ലാത്ത ആ ഒരു യാത്ര. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചെടുക്കണം. നമ്മൾ ആലോചിച്ചെടുക്കണം. ഒരുപാട് ആളുകളുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അവരുടെ മരണത്തെ, വേർപാടിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം അതാലോചിച്ച് കരഞ്ഞൊരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാകുന്നതിലുപരി സ്വന്തം വേർപാടിനെ കുറിച്ച് ആലോചിച്ച്, ഈ ലോകത്തുനിന്നൊരു യാത്ര തിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പണിയെടുക്കണം. പ്രിയമുള്ളവരെ, ലക്ഷ്യമില്ലാതെ ജീവിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം അത് കഴിഞ്ഞ് വീണ്ടും രാവിലെ പോകുന്നു. ഇങ്ങനെ ഒരു റൂട്ടിൻ പോകേണ്ടവരല്ല. കൃത്യമായ ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ വചനം. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടണേ. സാവകാശം പോയാൽ പോരാ, മെല്ലെ നടന്നാ പോരാ, ധൃതി കാണിക്കണം. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായിട്ടുള്ള ആ സ്വർഗത്തിന് നിങ്ങൾ ധൃതി കാണിക്കണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കണമെന്നല്ല, ഓടണം, ധൃതി കാണിച്ച് മുന്നോട്ട് പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ സ്വർഗത്തിന് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും, എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അത്തരം ചിന്തകൾ എനിക്ക് വരുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ എൻ്റെ പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കാനുള്ള ഇൽമ്, അതല്ലെങ്കിൽ അത്തരം അമലുകൾ എന്തൊക്കെയാണ് എനിക്കറിവില്ല എങ്കിൽ അറിവ് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള എമ്പാടും അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സ്ഥാപനം അതിനുള്ള വലിയ ഒരു വാതായനമാണ്. പ്രിയമുള്ളവരെ, എമ്പാടും അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹർഫിന് 10 പ്രതിഫലം നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അത് പഠിക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ ഇവിടെ അവസരമുണ്ട്. അതിൻ്റെ അർത്ഥം പഠിക്കാൻ ഇവിടെ അവസരമുണ്ട്. അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ ഇവിടെ അവസരമുണ്ട്. ഓരോ ആഴ്ചയിലും ദീനിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ ഇവിടെ അവസരങ്ങളുണ്ട്. അങ്ങനെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ എല്ലാ ദിവസവും ഇവിടെ നമ്മുടെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി തരുന്ന വലിയ വിജ്ഞാനത്തിൻ്റെ കലവറകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാം, നമ്മളുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ആയുസ് വെറും ദുനിയാവിന് വേണ്ടി 10 കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഓടി തീർക്കേണ്ടതല്ല, പരലോകത്തിനു വേണ്ടി കൂടി അധ്വാനിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകിയിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്ന് ചിന്തിക്കാൻ, പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു മരണവും ജീവിതവും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട്
പരീക്ഷണശാലയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇവിടെ വിജയിക്കാൻ അധ്വാനിച്ചേ പറ്റൂ, പരലോകത്തിന് വേണ്ടി പണിയെടുത്തേ പറ്റൂ. നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തേ പറ്റൂ. ദീനിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മളറിഞ്ഞ കാര്യങ്ങൾ ചെറുതായിരുന്നാലും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് നാളെ പരലോകത്ത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മയുടെ മഹാപ്രളയത്തിൽ അതിലൊരു കണ്ണി ചേരാൻ നമ്മൾ ഓരോരുത്തരും സജ്ജമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ചോർത്ത് മരണാനന്തര ജീവിതത്തിന് പണിയെടുക്കുന്ന, അവിടെ വിജയം വരിക്കാനുള്ള അധ്വാനിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറടം നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والله تعالى أعلم. والسلام عليكم ورحمة الله وبركاته.